അയ്യപ്പന് ചാർത്തേണ്ട നെയ്യിൽ പോലും കൈവച്ച കലിയുഗ കച്ചവടക്കാര് വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് ശബരിമലയിൽ അരങ്ങേറിയത് ലക്ഷങ്ങളുടെ വ്യാജ നെയ്ക്കൊള്ള. മിൽമയുടെ ബ്രാൻഡ് നെയിം ഉപയോഗിച്ച് നടന്ന ഈ തട്ടിപ്പിന് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. ശബരിമലയുടെ പവിത്രതയെയും കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെയും വ്രണപ്പെടുത്തിയ ഈ വിഷയത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നോക്കാം. അയ്യപ്പന് നെയ്യഭിഷേകത്തിനായി ഉപയോഗിക്കുന്ന മിൽമയുടെ നെയ് വിതരണത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വൻ ക്രമക്കേടും വ്യാജ നെയ് വിൽപ്പനയുമാണ് നടന്നിരിക്കുന്നത്. ഭക്തരുടെ പ്രസാദമായ മിൽമ നെയ്യിൽ മായം ചേർത്തുവെന്ന് മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദത്തോടെയും അറിവോടെയുമാണ് ഈ തട്ടിപ്പ് അരങ്ങേറിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ട് കഴിഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ സംഭവിച്ചത്? മിൽമയുടെ ലോഗോയും വിശ്വാസ്യതയും ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ കൊള്ള നടന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ശബരിമലയിലേക്കുള്ള മിൽമയുടെ നെയ് വിതരണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചത് ക്ഷീരവികസന വകുപ്പ് നടത്തിയ സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടിലാണ്. റിപ്പോർട്ടിലെ കണക്കുകൾ സാധാരണക്കാരായ ജനങ്ങളെ ഞെട്ടിക്കുന്നതാണ്. 1.5 ലക്ഷം ലിറ്ററിലധികം നിലവാരമില്ലാത്ത നെയ്യാണ് സന്നിധാനത്ത് എത്തിച്ചിട്ടുള്ളത്. ഈ വ്യാജ നെയ് വിതരണത്തിലൂടെ മിൽമയ്ക്ക് മാത്രം 85 ലക്ഷം രൂപയ്ക്ക് മേൽ സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഭക്തർ അണിനിരക്കുന്ന മണ്ഡല മകരവിളക്ക് സീസണിലാണ് ഈ ആസൂത്രിത വെട്ടിപ്പ് അരങ്ങേറിയത് എന്നത് ഗുരുതരമായ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മിൽമ എന്ന സർക്കാർ സഹകരണ സ്ഥാപനത്തിന്റെ ബ്രാൻഡ് നെയിം ദുരുപയോഗം ചെയ്ത് ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെ വഞ്ചിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ കൊള്ള നടത്തിയത് എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ക്ഷീരവികസന വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് ഈ തട്ടിപ്പ് ഒറ്റ രാത്രി കൊണ്ടുണ്ടായതല്ല, മറിച്ച് നെയ് വിതരണത്തിനുള്ള കരാർ ഘട്ടം മുതൽ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ക്രമക്കേടുകൾ അരങ്ങേറിയത്. പത്തനംതിട്ട യൂണിറ്റിൽ നിന്ന് പമ്പയിലേക്ക് നെയ്യെത്തിക്കുന്ന കരാർ നൽകിയതു മുതൽ അഴിമതി ആരംഭിച്ചു. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഒരേ വ്യക്തിക്ക് മാത്രം അനുകൂലമായ രീതിയിൽ ടെൻഡർ വ്യവസ്ഥകൾ ക്രമീകരിക്കുകയായിരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് നെയ്യുമായി പുറപ്പെട്ട ലോഡിൽ യാത്രാമധ്യേ വഴിയിൽ വെച്ച് നിലവാരം കുറഞ്ഞ തമിഴ്നാട് നെയ്യ് കൂട്ടിക്കലർത്തുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഗുണനിലവാരമില്ലാത്ത ഈ വ്യാജ നെയ്യ് യാതൊരുവിധ പരിശോധനയും കൂടാതെ കടത്തിവിടാനാണ് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നത്. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഈ ലോഡുകൾ പരിശോധനയില്ലാതെ കടത്തിവിട്ടതിന് പിന്നിൽ വൻ ഗൂഢാലോചന തന്നെയുണ്ട്. മിൽമ ജീവനക്കാരെയും കരാറുകാരെയും ഉദ്യോഗസ്ഥർ സഹായിച്ചുവെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ഭരണസമിതി അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ആസൂത്രിത പങ്കാളിത്തമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് സർക്കാർ കർശന നടപടികളിലേക്ക് നീങ്ങിയത്. 2 ലക്ഷം ലിറ്റർ നെയ്യ് കൊണ്ടുപോകാൻ കരാർ വിളിച്ചാൽ ഈ ടെൻഡർ വേണ്ടിവരുമെന്നതിനാൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നത് ഒഴിവാക്കാൻ 50,000 ലിറ്ററിനുള്ള കരാർ മാത്രമാണ് വിളിച്ചത്. മാത്രമല്ല, ഒരു ടിൻ നെയ്യ് എത്തിക്കാൻ മറ്റ് ഏജൻസികൾ 48 രൂപയും 81 രൂപയും ആവശ്യപ്പെട്ടപ്പോൾ കരാർ ലഭിച്ച കമ്പനി കോട്ട് ചെയ്തത് വെറും 18 രൂപ മാത്രമാണ്. ഈ വലിയ നിരക്ക് വ്യത്യാസമാണ് തട്ടിപ്പിന്റെ ആദ്യ സൂചന നൽകിയത്. പത്തനംതിട്ടയിൽ നിന്ന് ഈ ടെൻഡർ ആവശ്യപ്പെട്ടതും തിരുവനന്തപുരത്തെ ആസ്ഥാനത്ത് നിന്ന് അതിനായി ശുപാർശ ചെയ്തതും ഒരേ ഉദ്യോഗസ്ഥർ തന്നെയാണെന്നും ഇയാൾ നടത്തിയ ഇടപെടലുകൾ ദുരൂഹമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ശബരിമലയിലേക്ക് ആകെ 30 ബാച്ച് നെയ്യ് തയ്യാറാക്കേണ്ട സ്ഥാനത്ത് പരിശോധനകൾ വെട്ടിച്ചേർക്കാൻ രേഖകളിൽ ആകെ 6 ബാച്ച് നമ്പറുകൾ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. സാധാരണയായി 5000 ലിറ്റർ നെയ്യ് കയറ്റി അയക്കാൻ ഉപയോഗിച്ച 3 വാഹനങ്ങളും തമിഴ്നാട് രജിസ്ട്രേഷനുള്ളവയാണ്. കഴിഞ്ഞ 2 വർഷമായി ഇവയ്ക്ക് ഒരു ഇ-വേ ബിൽ പോലും ഇല്ലായിരുന്നുവെന്നും സൂചനയുണ്ട്. സാമ്പത്തിക ക്രമക്കേടുകൾ, നിയമനങ്ങൾ, കരാറുകൾ എന്നിവയെക്കുറിച്ചെല്ലാം സമിതി വിശദമായി അന്വേഷിച്ചു വരികയാണ്. മന്ത്രി ആർ ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി ദേവസ്വം മന്ത്രിക്ക് കത്ത് നൽകുമെന്ന് ക്ഷീരവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഈ വീഴ്ചയും അനധികൃത ഇടപെടലുകളും ശക്തമായി അന്വേഷിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും വ്യക്തമാക്കിയിട്ടുണ്ട്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നാണ് ഇവർ നൽകുന്ന ഉറപ്പ്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ പരമപവിത്രമായി കാണുന്ന ശബരിമലയിലെ നെയ് വിൽപ്പനയിൽ ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പുകൾ നടന്നുവെന്നത് അങ്ങേയറ്റം ഗൗരവമേറിയ കാര്യമാണ്. പണത്തിനു വേണ്ടി ഭക്തരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത ഈ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയായിരിക്കും? ഈ തട്ടിപ്പിന്റെ യഥാർത്ഥ സൂത്രധാരന്മാർ ആരെല്ലാമാണ്? വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളും നടപടികളും ഉണ്ടാകുമെന്നാണ് സൂചന. ശബരിമലയുടെയും ഹൈന്ദവ വിശ്വാസത്തിന്റെയും വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ ഈ സമഗ്ര അന്വേഷണം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പണത്തിനു വേണ്ടിയും വ്യക്തിപരമായ ലാഭത്തിനു വേണ്ടിയും ഭക്തരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത ഈ മായം ചേർക്കൽ കേവലം ഒരു ക്രമക്കേടല്ല, മറിച്ച് വിശ്വാസത്തിന്മേൽ നടത്തിയ വലിയൊരു കൊള്ള തന്നെയാണ്. കരാർ ഘട്ടം മുതൽ പമ്പയിലും സന്നിധാനത്തിലുമായി ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടന്ന ഈ ആസൂത്രിത തട്ടിപ്പിന് പിന്നിലുള്ള മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്.